തിരുവോണൂട്ടിന് പോവാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം നമ്മൾ തിരുവോണൂട്ടിന് പോണേട്ടാ. കുറേ കാലമായി, കുറേ മാസങ്ങളായിട്ട് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇന്നെന്തായാലും ഉണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്കൊരു സദ്യ കഴിച്ചിട്ട് വരാം. അപ്പം നമുക്ക് പോവല്ലേ തിരുവോണൂട്ടിന്. ദേ വന്ദനേനെയും വിളിച്ച് അവളും വാതിൽ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഉച്ചയായി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അവിടെ അമ്പലത്തിലേക്ക് പോവാണ്. നാളായിട്ട് നമ്മൾ തിരുവോണൂട്ട് പോയിട്ടില്ല അല്ലേ? ഇന്ന് പോയിട്ടില്ല എന്നല്ല, നമ്മുടെ അമ്പലത്തിൽ ഉണ്ടായില്ല. അപ്പൊ ഇന്ന് ഉണ്ണിയൂട്ടും ഉണ്ട്, തിരുവോണൂട്ടുണ്ട്. എന്തായാലും പോയി ഉണ്ണിയൂട്ടും തിരുവോണൂട്ടും ഒക്കെ ഉണ്ടിട്ട് വരാം. നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന്. എത്ര നേരം ഫുൾ മഴയായിരുന്നു. ഇതേ കണ്ട മഴയിൽ കുളിച്ച് കിടക്കണം നമ്മുടെ മരത്തമ്പള്ളിക്കര കാണാൻ നല്ല രസമാണല്ലേ. അങ്ങനെ അതേ ഞങ്ങൾ നടന്നു പോയി അമ്പലത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ അതേ അമ്പലത്തിൽ ഇതേ കണ്ടില്ലേ, നടപ്പരയുടെ പണിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ മിനുക്ക് പണികളും കൂടി ഉണ്ട്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ദേ ഉണ്ണികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദേ ഇലയിടാണ്. ഇലയിട്ടപ്പോഴേക്കും ദേ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉണ്ണികൾ. അല്ല നമ്മുടെ വീട്ടിലാണ് ഫുഡ് കൊടുക്കണമെന്ന് വെച്ചാൽ എല്ലാ ഉണ്ണികൾക്കും ഫുഡ് കഴിക്കുമ്പോൾ കരച്ചിലും ബഹളവും നമ്മൾ എത്ര പാടുപെട്ടിട്ടാണല്ലേ ഫുഡ് കൊടുക്കാറ്. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കണേ. നല്ല രസമല്ലേ കാണാൻ. മുണ്ടൊക്കെ എടുത്ത് നല്ല ഉണ്ണിക്കണ്ണന്മാരായിട്ടിരിക്കണതാണ് നല്ല രസമല്ലേ. പക്ഷെ സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ അധികം പിള്ളേരില്ലേ. ഇല്ലെങ്കിൽ അവിടെ നിറച്ച് ഉണ്ണിക്കണ്ണന്മാരും ഉണ്ണിക്കണ്ണിമാരും കൂടിയൊക്കെ നിറഞ്ഞേനെ. ഇപ്പോൾ ഇന്ന് സ്കൂളുള്ള വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പിള്ളേരുകളൊക്കെ ഉണ്ട്. പിന്നെ സെൻറ്റ് തോമസ് ഡേ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് സ്കൂളുകൾക്കൊക്കെ മുടക്കായിരുന്നു. അപ്പോൾ ആ പിള്ളേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിയൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിയൂട്ടിന് വേണ്ടിയിട്ട് തിരുമേനി നമ്മളെ ഉണ്ണിക്കണ്ണന്മാരൊക്കെ ചന്ദനക്കുരിയൊക്കെ തൊടിയിച്ച് പൂവൊക്കെ ഇട്ട് പൂജിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇതേ മധുരപലഹാരം എന്ന് പറയുന്നത് ഇവിടെ മിഠായിയും പിന്നെ ഒരു പേനയാണ് കൊടുത്തേക്കണത്. നമ്മുടെ ഉണ്ണിക്കണ്ണന്മാർ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേന കൊണ്ട് എഴുതണമല്ലോ. അവിടെ ഉണ്ട് കേട്ടോ ഉണ്ണിക്കണ്ണന്മാർ, വലിയ ഉണ്ണിക്കണ്ണന്മാർ പഠിക്കണവരും. അപ്പോൾ പേനയും ഒരു മിഠായിയുമാണ് നമ്മുടെ അവർക്ക് ഭക്ഷണ സദ്യക്ക് മുമ്പ് അവർക്ക് കൊടുത്തത് കേട്ടോ. അവരൊക്കെ കരയാണ്ടിരിക്കണുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇത് ഏറ്റവും കുഞ്ഞു ഉണ്ണിക്കണ്ണനാണ് ഈ കാണുന്നത്. ഇരിക്കനായിട്ടിരിക്കുന്നുണ്ട്. ദേ അവനും ചന്ദനക്കുരിയൊക്കെ തൊട്ട് പൂവൊക്കെ ഇട്ട് പൂജിച്ച് ദേ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ അങ്ങോട്ട് വിളമ്പാലേ. സദ്യ ദേ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. 4 കൂട്ടിയുള്ള സദ്യ മാത്രമല്ല, സദ്യക്ക് പായസമുണ്ട്. പാൽപ്പായസവും പരിപ്പ് പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിക്കണ്ണന്മാരൊക്കെ അതേ ഇലയിലേക്ക് ഉപ്പേരിയും പപ്പടമൊക്കെ വയ്ക്കേണ്ട താമസം അവർ തന്നെ അങ്ങോട്ട് എടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇലയിലൊക്കെ വിളമ്പി ഇങ്ങനെ ഭക്ഷണം. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉണ്ണിക്കണ്ണന്മാരുടെ ഉണ്ണിയൂട്ട് നോക്കി നിൽക്കുകയാണ് എല്ലാവരും ആസ്വദിച്ച്. അവരൊക്കെ കഴിക്കണം കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഭവങ്ങളൊക്കെ വിളമ്പി കഴിഞ്ഞതേ ഭഗവാന് നേദിച്ച് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ ഇനി അങ്ങോട്ട് കഴിച്ച് തുടങ്ങാലതേ. കുട്ടികളുടെ വായയിൽ വയ്ക്കുമ്പോൾ അവർ കഴിക്കണോ. അവരെ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കണതാണ് നല്ല രസമല്ലേ ഉണ്ണിക്കണ്ണന്മാർ. അപ്പോൾ അതേ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. നല്ല സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി ഉണ്ണിയൂട്ട് സദ്യയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ആദ്യത്തെ ഉണ്ണിയൂട്ടാണ് കേട്ടോ. വഴിപാടായിട്ട് ഒരു ആൾക്കാർ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയൂട്ട് വഴിപാടൊക്കെ അടിപൊളിയായിട്ട് കേമായിട്ട് അങ്ങനെ നടന്നിട്ടുണ്ട്. ദേ അവ കഴിക്കണം കേട്ടോ. പൊട്ടിക്കലാണ് എല്ലായിടത്തും അതായി പൂച്ചിനെ ഇരിഞ്ഞു തുടങ്ങി. ആ കൂട്ടാൻ കൊടുത്തിട്ട്
അങ്ങനെ ഉണ്ണിക്കണ്ണന്മാരുടെ ഉണ്ണിയൂട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വിശപ്പ് മാറി തുടങ്ങിയപ്പോഴേക്കും അവരുടെ മുഖമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കരച്ചിലായി, വിശപ്പ് മാറി പോട്ടോ. അങ്ങനെ കരഞ്ഞ ഓരോരുത്തരൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ ഉണ്ണിയൂട്ടൊക്കെ കേമായി. ദേ ഇവരും ഉണ്ണിയൂട്ടനുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കുട്ടിപ്പാട്ടാളം. ഇവരൊക്കെ ഉണ്ണിയൂട്ടനുണ്ടായിരുന്നു കേട്ടോ. ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പറയായിരുന്നു അവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, 1000 ഒക്കെ ആവാറായിട്ടുണ്ടെന്നാ പറയണം. പിന്നെ അവൻ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നൊക്കെ പറയണം. വലിയ ഗെയിമർ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഒക്കെ വയറിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങളുടെ വയറ് നിറയണല്ലോ. പിന്നെ ഉണ്ണികളൊക്കെ ഹാപ്പി ആയെങ്കിൽ ഇനി അമ്മമാരും കൂടി ഹാപ്പി ആവണല്ലോ. അപ്പൊ ഞങ്ങളുടെ വയറ് നിറയാനുള്ള സദ്യ അവിടെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. തിരുവോണോട്ടിന്റെ സദ്യ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളും പോയി. ഇവനൊരു യൂട്യൂബ് ചാനൽ നിനക്കുണ്ടോ? യൂട്യൂബ് ചാനൽ തിരുവോണോട്ട് കഴിഞ്ഞു, അല്ല ഉണ്ണിയോട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഊട്ട് അത് കഴിഞ്ഞ് മീനൂട്ട്, അത് കഴിഞ്ഞ് മീനൂട്ടുണ്ടത്. അവിടെ വലിയ ഊട്ട് നടക്കുന്നുണ്ട്. അച്ഛനോട്ട് വേണമെങ്കിൽ നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം. അവിടെ ക്യൂലാണ്. അങ്ങനെ ക്യൂലൊക്കെ നിന്ന് ഞങ്ങൾക്ക് സദ്യ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ 2 പ്ലേറ്റ് എന്ന് വിചാരിക്കേണ്ട. ഒരെണ്ണം അമ്മായിക്ക് കേട്ടോ. അമ്മായിയുടെ കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടെടുക്കുകയായിരുന്നു, റെസ്റ്റ് ആയിരുന്നു. ദേ ഇപ്പം ഒന്ന് ഇറങ്ങി നടന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അമ്മായിയോട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ദേ ഭക്ഷണമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ 1 പ്ലേറ്റ് അമ്മായിക്കും 1 പ്ലേറ്റ് എനിക്കും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ സദ്യയൊക്കെ. സദ്യ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു മറ്റേ പാൽപ്പായസവും പരിപ്പ് പായസവും ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഗായത്രിയും വന്ദനയും കൂടി ഇരുന്ന് ഞങ്ങൾ കഴിച്ചു. ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഞങ്ങളുടെ വർത്താനം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങളവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ശശിചേട്ടനൊക്കെ പറയാം ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ അവിടെ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ ഉള്ളത് അടിപൊളിയുണ്ട് കേട്ടോ. അത് ശശിചേട്ടൻ അതൊക്കെ ഇട്ട് കാണിച്ചു തന്നു. നല്ല രസമുണ്ട്, നമ്മുടെ രാത്രി കാണാൻ നല്ല രസമായിരിക്കും. അപ്പം ഇപ്രാവശ്യത്തെ ഈ ഉണ്ണിയിട്ടും തിരുവോണൂട്ടൊക്കെ കേമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അങ്ങനെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മള് പുതിയ കമാനം കണ്ടു. അമ്മയൂട്ട് കഴിച്ചു, അമ്മയൂട്ടം കഴിച്ചു, ഉണ്ണിയൂട്ടം കഴിച്ചു. ഇനി ഞങ്ങൾ ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റൂടി, കാടല്ലോ ഇവിടെ. പശു